അവസാനത്തെ കാര്യമാണ് മയ്യിത്ത് മറമാടുക. മയ്യിത്ത് മറമാടുക എന്നുള്ള കാര്യമാണ് നമുക്കിനി വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒന്നും രൂപം നമ്മൾ കൊടുത്തിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. മയ്യിത്ത് മറമാടുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മസലകൾ ഇതിലൂടെ മനസ്സിലാക്കുക. പണ്ഡിതന്മാർ പറയുന്നു, പുരുഷന്മാർ തന്നെയാണ് ദഫിൻ ചെയ്യേണ്ടത്. സ്ത്രീകളെ മഹറമായിട്ടുള്ള ആളുകളാണ് ദഫിൻ ചെയ്യേണ്ടത്. സ്ത്രീകളല്ല, ആ സ്ത്രീയുടെ മഹറമായിട്ടുള്ള ആളുകളാണ് ദഫിൻ ചെയ്യേണ്ടത്. ഏത് പുരുഷന്മാർക്കും മറമാടാം. എന്നാൽ സ്ത്രീകളെ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും അഫ്ളൽ മഹറമായ ആളുകളാണ്. അങ്ങനെ മഹറമായ ആളുകൾ ഇല്ലെങ്കിലാണ് ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യേണ്ടത്? സ്ത്രീയെ മറമാടാൻ ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ നാട്ടിലൊന്നും അത് ചെയ്യാറില്ല. മഹറമായ ആളുണ്ടെങ്കിൽ, പെണ്ണുണ്ടെങ്കിൽ അതിന് ഭർത്താവ്, മക്കൾ, സഹോദരങ്ങൾ, അങ്ങനെ മഹറമായ ആളുകൾ, അവരാണ് അതിന് മുൻകൈ എടുത്തിട്ട് എന്ത് ചെയ്യേണ്ടത്? മറമാടാനൊക്കെ ഉണ്ടാകേണ്ടത്. പലപ്പോഴും അങ്ങനെ ചെയ്യാൻ സാധിക്കാത്തത് പലപ്പോഴും ആളുകൾക്ക് അതിനെക്കുറിച്ചിട്ട് യാതൊരു ധാരണയില്ല. എനിക്കിതൊന്നും കഴിയില്ല എന്നുള്ള രീതിയിൽ മാറി നിൽക്കുക, വേറെ ആരെങ്കിലും ചെയ്തു കൊള്ളട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും അടുപ്പക്കാരാണ് എന്ത് ചെയ്യേണ്ടത്? ഇത്തരം കാര്യങ്ങൾക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് തെളിവായിട്ട് പണ്ഡിതന്മാർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് കാര്യങ്ങൾ മുഴുവൻ ചെയ്തത് ഒന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഒന്ന് അലി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഫദ്ൽ റളിയല്ലാഹു അൻഹു. ഇത് ഒന്ന് അബ്ബാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാണ്? പിതൃവ്യനാണ്. അലിയും ഫദ്ലും പിതൃവ്യൻ്റെ പുത്രന്മാരാണ്. അതുപോലെ സാലിഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയാണ്. ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണ്. ഇവരാണ് ചെയ്തിട്ടുള്ളത്. അബൂബക്കറോ ഉമറോ അങ്ങനെയുള്ള ആളുകളായിരുന്നില്ല ചെയ്തത്. ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? മയ്യത്തിനെ കുളിപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട അലിയുള്ളാഹിനൊക്കെ പറയുന്നുണ്ട്, ഞാൻ മയ്യത്തിൻ്റെ കാര്യത്തിൽ നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്തിൽ ഒരു ഐബും ഉണ്ടായിരുന്നില്ല. വക്കാന ത്വയ്യിബൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യൻ വ മയ്യിത, ജീവിത സമയത്തും മരിച്ചപ്പോഴൊക്കെ അവിടെ ത്വയ്യിബായിരുന്നു, അവിടെ അത്രയധികം ശുദ്ധമായ ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ അലി റളിയല്ലാഹു അൻഹു പറയുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണ് അതിന് മുൻകൈ എടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഇനി മയ്യത്ത് ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് പറയേണ്ട ദിക്ർ ബിസ്മില്ലാ വ അലാ മില്ലത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ ബിസ്മില്ലാ വ അലാ സുന്നത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രൂപത്തിലെ കാര്യമാണ് പറയുക. ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ, വ അലാ മില്ലത്തി റസൂലില്ലാ, അല്ലെങ്കിൽ അലാ സുന്നത്തി റസൂലില്ലാ, റസൂലുള്ളാഹിൻ്റെ മില്ലത്ത് അല്ലെങ്കിൽ റസൂലുള്ളാഹിൻ്റെ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആ സുന്നത്തിലായിക്കൊണ്ടാണ് ഞാൻ വെക്കുന്നത് എന്ന രൂപത്തിലാണ് പറയേണ്ടത്. 4 മദ്ഹബിലും ഏക അഭിപ്രായമുള്ള കാര്യമാണ്. ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അദ്ഖലൽ മയ്യിത്തൽ ഖബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്തിനെ ഖബറിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ഖാൽ ബിസ്മില്ലാ വ അലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ പറയാം, സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അതുപോലെ മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുമ്പോൾ സുന്നത്തായ മറ്റൊരു കാര്യമാണ് മയ്യത്തിൻ്റെ കാൽഭാഗമാണ് ആദ്യം ഇറക്കേണ്ടത് എന്ന്. കാൽഭാഗമാണ് ആദ്യം ഇറക്കേണ്ടത്. തലക്ക് ഷറഫുള്ളത് കൊണ്ട് തല അവസാനമാണ് ഇറക്കുക. നേരെ തല താഴേക്ക് അങ്ങനെ ഇറക്കുക എന്നുള്ളതല്ല. അത് ഒരു ഷറഫിനെതിരാണ്, ഇക്റാമിനെതിരാണ്. തല നേരെ താഴേക്ക് ആദ്യം വെക്കുക എന്നുള്ളത് അല്ല. ആദ്യം കാൽഭാഗമാണ് ഇറക്കേണ്ടത്. അങ്ങനെ കാൽഭാഗം ഇറക്കിയതിന് ശേഷമാണ് തലഭാഗം ഇറക്കേണ്ടത്. മഹാനായ അബു ഇസ്ഹാഖ് ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഔസൽ ഹാരിസു അൻ യുസല്ലിയ അലൈഹി അബ്ദുല്ലാഹിബിൻ യസീദ്. അൽ ഹാരിസ് അദ്ദേഹം അബ്ദുല്ലാഹിബിൻ യസീദ് അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണമെന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസല്ല അലൈഹി, അദ്ദേഹം തന്നെ മയ്യത്ത് നിസ്കരിച്ചു. സുമ്മ അദ്ഖലഹുൽ ഖബറ മിൻ ഖിബലി റിജ്ലൈൽ ഖബർ, പിന്നീട് അദ്ദേഹത്തെ ഖബറിലേക്ക് പ്രവേശിപ്പിച്ചത് മിൻ ഖിബലി റിജ്ലൈൽ ഖബർ, ഖബർ അദ്ദേഹത്തിൻ്റെ കാൽഭാഗത്തിലൂടെയാണ് പ്രവേശിപ്പിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഹാദാ മിന സുന്ന, അദ്ദേഹം സുന്നത്താണെന്ന് പറയുന്നുണ്ട്. സലഫുകൾ അത് സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനെതിരായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് കാൽഭാഗം പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ് സുന്നത്ത്. ഇനി പറയാൻ പോകുന്നൊരു സുന്നത്ത് നമ്മൾ ചിലപ്പോൾ കേട്ടുകേൾവി തന്നെ ഉണ്ടാവുകയില്ല. സ്ത്രീകളുടെ ഖബറാണെങ്കിൽ മറമാടുന്ന സമയത്ത് അവിടെ ഒരു മറ സ്വീകരിക്കണം എന്നുള്ളത് മുൻഗാമികളൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. മുൻഗാമികളൊക്കെ ചെയ്തിട്ട് ഖിലാഫ്, അങ്ങനെ അഭിപ്രായ വ്യത്യാസം തന്നെ ഇല്ല എന്ന് പറയാണ്. മഹാനായ ഇബ്നുൽ ഖുദാമ റഹിമഹുല്ല, ഇബ്നുൽ ഖുദാമ അദ്ദേഹത്തിൻ്റെ മുഗനിയിൽ പറയുന്നുണ്ട്, വൽ മർഅതു യുഹമ്മറു ഖബ്റഹാ ബിസൗബ്, സ്ത്രീയെ മറമാടുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും? ഒരു തുണി കൊണ്ട് മറക്കും. അയുസ്തർ, യുഹമ്മർ എന്ന് പറഞ്ഞാൽ യുസ്തർ, മറക്കും. എന്നിട്ട് അദ്ദേഹം പറയണം, ലാ നഅലമു ഫി ഇസ്തിഹ്ബാബി ഹാദാ ബൈന അഹ്ലിൽ ഇൽമി ഖിലാഫ, ഇത് മുസ്തഹബാണെന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല എന്നാണ് പറയുന്നത്. നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും. ഞാനിതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇത് കേട്ടപ്പോൾ മദീനയിലുള്ളൊരു സഹോദരൻ വിളിച്ചു പറഞ്ഞു, മദീനയിലൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്നാണ്. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ട്. സ്ത്രീകളുടേതാണെങ്കിൽ ഒരു തുണി ഇങ്ങനെ വിരിച്ചിട്ട്, ഒരു ടെൻറ്റ് പോലെ വിരിച്ചിട്ട്, വേറെ ആരും കാണൂല. മറമാടുമ്പോൾ ആ സ്ത്രീയുടെ മഹറമായ ആളുകളാണ് ഈ കാര്യമൊക്കെ ചെയ്യുക. ഒരു തുണി വിരിച്ചിട്ടുണ്ടാവും, ബാക്കി എല്ലാവരും അപ്പുറത്തേക്കാണ് നിൽക്കുക. അതായത് സ്ത്രീയെ മറമാടുന്ന സമയത്തു പോലും അവിടെ ശരീരത്തിൻ്റെ ഭംഗിയോ അതല്ലെങ്കിൽ ആ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും അത് തുണിയോ മറ്റോ ഒക്കെ ഇളകി പോകുകയാണെങ്കിൽ ഔറത്ത് ഒളിവാകുന്നൊരവസ്ഥയോ ഉണ്ടാകരുത് എന്നാണ് അതിൻ്റെ താല്പര്യം.
നമ്മളത് വെച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്ത്രീകളുടെ ഔറത്തിൻ്റെ കാര്യത്തിലൊക്കെ എന്ത് ശ്രദ്ധയുണ്ട് സ്ത്രീകൾക്ക് എന്നുള്ളത് ചിന്തിച്ചാൽ മതി. ഇപ്പം ഇതിന് ഖിലാഫില്ല, അഭിപ്രായ വ്യത്യാസമില്ല, ഇത് വാജിബെന്ന് പറയുന്നില്ല, പക്ഷേ ഇങ്ങനെ ചെയ്തിരുന്നു എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാണാൻ സാധിക്കും. ഇബ്നു സീരീൻ റഹിമഹുല്ല താബിഈയാണ്, അദ്ദേഹം പറയുന്നുണ്ട് അന്ന ഉമർ കാന യുഗത്തി ഖബ്റൽ മർഅ, ഉമർ സ്ത്രീകളുടെ ഖബർ മറക്കുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടൊന്ന് കാണാൻ സാധിക്കും. അദ്ദേഹം ഒരിക്കലും ഒരു ഖബറിനരികിലൂടെ പോയപ്പോൾ അവിടെ ഇങ്ങനെ ഒരു തുണി കൊണ്ട് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അത് വലിച്ചു, എന്നിട്ട് പറഞ്ഞു ഇന്നമ യസ്നൗ ഹാദാ ബിന്നിസ, ഇത് സ്ത്രീകൾക്കാണ് ചെയ്യൽ, കാരണം അത് പുരുഷൻ്റേതായിരുന്നു, സ്ത്രീകൾക്കാണ് ഇങ്ങനെ ചെയ്യൽ, ഇത് പുരുഷൻ്റേതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരുപാട് അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, അതുപോലെ തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഒരുപാട് സ്വഹാബികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് കാണാൻ സാധിക്കും. സുന്നത്താണ്, നമ്മൾ അറിയാത്തൊരു കാര്യമായതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ മയ്യത്തിനെ ഖബറിൽ വെക്കേണ്ട രൂപമാണ് പറയുന്നത്. മയ്യത്തിനെ ഖബറിൽ വെക്കുന്നത് രണ്ട് രൂപത്തിൽ വെക്കാറുണ്ട്, അല്ലെങ്കിൽ ഖബർ കുഴിക്കുന്നത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഷക്കിൻ്റെ രൂപം എന്ന് പറയും, ഒരു കുഴിയെടുത്തിട്ട് അതിലേക്ക് പിളർത്തിക്കൊണ്ട് വീണ്ടും ഒരു കുഴിയെടുക്കുന്ന രീതി. നമ്മൾ നാടുകളിൽ പൊതുവെ വെക്കുന്ന രീതി ഷക്കാണ്. ഒരു കുഴി ആദ്യം എടുക്കും, വലിയ കുഴി, എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ കുഴി താഴേക്ക് കുഴിക്കും. അതാണ് ഷക്കിൻ്റെ രീതി എന്ന് പറയുന്നത്. നല്ല ആഴത്തിൽ കുഴിക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പൊതുവെ അങ്ങനെ തന്നെയാണ് ചെയ്യൽ. രണ്ടാമത്തേത് ലഹദിൻ്റെ രൂപം, പൊതുവെ അറബ് രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ പൂഴിയൊക്കെ കൂടുതലുള്ള സ്ഥലത്തൊക്കെ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഒരു കുഴി കുഴിച്ചിട്ട് പിന്നീട് അവിടുന്ന് എന്ത് ചെയ്യും, ഇടതല്ലെങ്കിൽ വലതുഭാഗത്തേക്ക് കിബിലക്ക് നേരെ എങ്ങനെയാണോ കിട്ടുക അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഒരു കുഴി, അതൊരു കുഴി കുഴിച്ചിട്ട് പിന്നീട് അതിൽ നിന്നും ഒരു കുഴി ഒഴിക്കും. അത് അറിയേണ്ട ആളുകളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഖബറിൻ്റെ ലഹദിൻ്റെ രൂപം എങ്ങനെയാണ്, ഷക്കിൻ്റെ രൂപം എങ്ങനെയാണ് നോക്കിയാൽ നിങ്ങൾക്കത് ശരിക്കും അതിൻ്റെ ഇമേജ് തന്നെ കൃത്യം അതിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അത് ചെയ്യുക. അതിൽ ലഹദിൻ്റെ രൂപമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഉണ്ടായിരുന്നത്. അതാണ് മുസ്തഹബ് എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പം അങ്ങനെ അല്ലെങ്കിൽ നമുക്കിപ്പോൾ അത് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പം അതാണ് മുസ്തഹബ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഖബറിലേക്ക് വെക്കുന്ന വേളയിൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ 3 കെട്ടുണ്ട്, ആ 3 കെട്ടും അപ്പോൾ എന്ത് ചെയ്യുക, അത് അഴിച്ചെടുക്കാം. അപ്പോൾ അത് അവിടെ വരെ നമുക്കത് ആവശ്യമുള്ളൂ. ആ 3 കെട്ടും അഴിച്ച് എടുക്കാവുന്നതാണ്, എടുത്ത് അത് ഒഴിവാക്കാം. ഖബറിലേക്ക് തന്നെ ഇടണമെന്നില്ല, അത് പുറത്തേക്ക് എടുത്ത് ഒഴിവാക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. പിന്നീട് നമ്മൾ ഷക്കിലേക്ക് വെക്കുകയാണെങ്കിൽ താഴേക്കായിരിക്കും ഇറക്കി വെക്കുക, ലഹദിലാണെങ്കിൽ സൈഡിലേക്കായിരിക്കും ഇറക്കി വെക്കുക. അതിനുശേഷം മയ്യത്തിൻ്റെ മേലെ നേരെ മണ്ണിടുകയല്ല, മയ്യത്തിൻ്റെ മേലെ നേരെ അങ്ങനെ മണ്ണിടൂല, മറിച്ച് അവിടെ എന്ത് ചെയ്യും, ലഹദിലാണെങ്കിൽ കളിമൺ കട്ട കൊണ്ട് അതിങ്ങനെ അടക്കും, അതിങ്ങനെ കളിമൺ കട്ട വെച്ചിട്ട് അത് അടക്കും. അതാണ് ഏറ്റവും അഫ്ളൽ എന്ന് പറയുന്നു പണ്ഡിതന്മാർ, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അതാണ് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ പുല്ലോ അതല്ലെങ്കിൽ മരത്തടിയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ കോൺക്രീറ്റ് ഒക്കെ വെക്കാറുണ്ട്. എന്താണെങ്കിലും ശരി, മയ്യത്തിനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ താഴെ വെച്ച് കഴിഞ്ഞാൽ അതിന് നേരെ മണ്ണിടുന്നതിന് മുമ്പ് അവിടെ എന്ത് ചെയ്യും, ഇങ്ങനെ സ്ലാബ് പോലത്തെ കാര്യങ്ങൾ വെക്കും, അല്ലെങ്കിൽ മരത്തടി വെക്കും, അതിന് പുല്ലൊക്കെ ഇടും. അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ മണ്ണ് പിന്നീട് ഇടുന്നത്. അപ്പം അത് സുന്നത്തായ കാര്യമാണ്, അത് സുന്നത്തായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഫുഖഹാക്കളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ മണ്ണ് ഇടുന്ന രൂപം ഓരോരുത്തർക്കും ഈ മയ്യത്തിന് ഖബറടക്കുന്ന ആ പുണ്യകർമ്മത്തിൽ പങ്കെടുക്കുക എന്നാൽ മയ്യത്ത് നിസ്കാരം പോലെ തന്നെ ഫضലുള്ള കാര്യമാണ്. ഒരു ഖീറാത്ത് ഇതിനും പ്രതിഫലമുണ്ട്. മയ്യത്തിൻ്റെ ഇതിന് ഹാജരാവുക എന്നുള്ളതിന് ഒരു ഖീറാത്ത് അത്രയും പ്രതിഫലമുള്ള കാര്യം തന്നെയാണിത്. അപ്പോൾ അതിൽ നമുക്ക് ഭാഗവാക്കാവാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ 2 കൈ കൊണ്ടും 3 പ്രാവശ്യം അതിലേക്ക് മണ്ണിടുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. 3 പ്രാവശ്യം പ്രത്യേകിച്ചും തലഭാഗത്തിടുകയാണ്, അതാണ് കൂടുതൽ നല്ലത്. മയ്യത്തിൻ്റെ തലഭാഗത്തേക്ക് നമ്മൾ 3 പ്രാവശ്യം 2 കൈ കൊണ്ട് എന്ത് ചെയ്യുക, മണ്ണിടുക. അത് 4 മദ്ഹബിലെ ഏകാഭിപ്രായമുള്ള കാര്യമാണ്. പക്ഷെ അവിടെ ചില ബിദ്അത്തുകളുണ്ട്, അത് ചെയ്യരുത് എന്നാണ്. ചിലർ ഒന്നാമത്തെ മണ്ണിടുമ്പോൾ മിൻഹ ഖലഖ്നാക്കും, രണ്ടാമത്തേത് ഇടുമ്പോൾ വഫീഹ നുഈദുക്കും, മൂന്നാമത്തേത് ഇടുമ്പോൾ വമിൻഹ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ എന്ന സൂറത്തു താഹയിലെ ആയത്തുകൾ പാരായണം ചെയ്യും. അത് ചെയ്യേണ്ടതില്ല, അങ്ങനെ സഹിയായി വന്നിട്ടില്ല. അർത്ഥമൊക്കെ ശരിയാണ്. മിൻഹ ഖലഖ്നാക്കും, ഈ മണ്ണിൽ നിന്നാണ് നാം നിന്നെ പടച്ചത്. വഫീഹ നുഈദുക്കും, മണ്ണിലേക്ക് തന്നെ ഞാൻ നിന്നെ തിരിച്ചു മടക്കും. വമിൻഹ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ, ഒരിക്കൽ കൂടി ഈ മണ്ണിൽ നിന്ന് ഞാൻ നിന്നെ പുറത്തെടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വളരെ സന്ദർഭത്തോട് യോജിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അങ്ങനെ ഹദീസുകൾ എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അത് ചെയ്താൽ അത് ബിദ്അത്തായി തീരുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ രൂപത്തിൽ മണ്ണ് അത് നിറക്കുക എന്നുള്ളതാണ്. ഇനി മണ്ണ് നിറച്ചു കഴിഞ്ഞാൽ അവിടെ പുറത്തുനിന്ന് വേറെ മണ്ണ് കൂട്ടേണ്ടതില്ല എന്ന് ഷാഫി മദ്ഹബിലൊക്കെ പൊതുവെ അഭിപ്രായം കാണാൻ സാധിക്കും. അത് പറയാനുള്ള കാരണം ഖബറ് ഭൂമിയുടെ നിരപ്പിൽ നിന്നും ഒരുപാട് ഉയർന്നു പോകാതിരിക്കാനാണ്. ആ മണ്ണ് തന്നെ മതി, ഒരുപാട് ഉയർന്നു പോകാൻ പാടില്ല. ഇമാം ഷാഫിയുടെ വാക്കുകളൊക്കെ കാണാൻ പറ്റും. ഒരു ചാണ് മാത്രമേ ഭൂമിയുടെ മണ്ണിൽ നിന്ന് ഉയരാൻ പറ്റൂ, അത് മുസ്തഹബാണ്. അതെന്താണെന്ന് വെച്ചാൽ അവിടെ ഖബറുണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഖബറിന് മുകളിൽ നടക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ചാണ് ഉയർത്താവുന്നതാണ്, ഒരു ചാണ് ഉയർത്താവുന്നതാണ്. അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഇന്നാളെ ഖബറുണ്ട് എന്നൊക്കെ
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ രൂപത്തിൽ അത് ചെയ്യാം. അതേപോലെ തന്നെ ആ ഖബർ ചെയ്യുന്ന സമയത്ത് പണ്ഡിതന്മാർ പറഞ്ഞത്, ഖബർ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കൂർപ്പിക്കുക, രണ്ട് ഭാഗത്ത് ഇങ്ങനെ കൂർപ്പിക്കുന്ന രൂപമാണ് ഇങ്ങനെ പരത്തുന്നതിനേക്കാൾ, അത് തെസ്നീം എന്ന് പറയും, കൂർപ്പിക്കുക. അതാണ് തസ്തീഹിനേക്കാൾ പരക്കുക, നമ്മളെ ഒന്നാകെ പരക്കുക എന്നുള്ളതിനേക്കാളും നല്ലത്. നമ്മളെ നാട്ടിലൊക്കെ പൊതുവെ അങ്ങനെ ചെയ്യും, രണ്ട് ഭാഗത്തും ഇങ്ങനെ മണ്ണ് കൂട്ടി ഒരു കൂർപ്പിക്കുന്ന രൂപത്തിലാണ് ഉണ്ടാവുക. ആ കൂർപ്പിക്കുന്ന രീതിയാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ താബിഈങ്ങളൊക്കെ ചിലർ കണ്ടത് അന്നഹു റഅ ഖബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസന്നമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ഇങ്ങനെ മുസന്നമായിട്ടാണ്, ഇങ്ങനെ കൂർപ്പിച്ച രൂപത്തിലാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞത് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഖബറിൻ്റെ അടുക്കൽ ആ ഖബർ ഇന്ന ആളതാണെന്ന് മനസ്സിലാക്കാൻ വല്ല കല്ലോ മറ്റോ കൊണ്ടുവെക്കുന്നത് തെറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ, മദീനയിൽ ആദ്യം വഫാത്തായ ഒരു സഹാബി ആണ് അദ്ദേഹം. മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, അവിടുന്ന് ഒരു വലിയ കല്ല് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ആ കല്ല് സഹാബികൾക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല, ഭയങ്കര വെയിറ്റ് ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയി രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തി അവിടുന്ന് ആ കല്ല്, വളരെ ഭാരമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തിയുള്ള ആളായിരുന്നു, ആ കല്ല് എടുത്ത് കൊണ്ടുവരികയും എന്നിട്ട് അവിടെ കൊണ്ടുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതഅല്ലമു ബിഹാ ഖബറ അഖി, ഇതിലൂടെ എനിക്ക് എൻ്റെ സഹോദരൻ്റെ ഖബർ ഇന്നതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. വഅദ്ഫിനു ഇലൈഹി മൻ മാത മിൻ അഹ്ലി, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരിൽ ആരാണോ മരണപ്പെട്ടത് അവർക്ക് തൊട്ടടുത്ത് തന്നെ മറമാടണമെങ്കിൽ അതിനൊക്കെ സഹായകമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഖബർ അറിയുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു കല്ലോ മറ്റോ ഒക്കെ വെക്കുന്നത് അത് തെറ്റല്ല, അങ്ങനെ ചെയ്യാവുന്നതാണ്. അങ്ങനെ മറമാടിയതിന് ശേഷം സഹോദരങ്ങളെ പിന്നീട് ആ മയ്യത്തിന് വേണ്ടി എന്ത് ചെയ്യണം, അവിടെ ദുആയും ഇസ്തിഗ്ഫാറും നമ്മൾ ചെയ്യണം. മയ്യത്തിന് വേണ്ടി ദുആയും ഇസ്തിഗ്ഫാറും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇസ്തഗ്ഫിറു ലിഅഖീകും, നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക. വസലൂ ലഹു ബിത്തസ്ബീത്, അദ്ദേഹത്തിന് വേണ്ടി ഉറച്ചു നിൽക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്നുണ്ട്. ഫഇന്നഹുൽ ആന യുസ്അൽ, ഇപ്പോൾ ചോദ്യം ചോദിക്കപ്പെടും, അതുകൊണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ, സബാത്ത് കിട്ടാൻ, ഉറച്ചു നിൽക്കാൻ, സ്ഥൈര്യം കിട്ടാൻ നീ ചോദിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് മയ്യത്തിനോട് ദുആ ചെയ്യാം, എന്തും ദുആ ചെയ്യാം. മയ്യത്തിൻ്റെ പൊറുക്കലിന് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു ഗഫറല്ലാഹു ലഹു, എന്താണെങ്കിലും മയ്യത്ത് അല്ലാഹുവേ നീ മയ്യത്തിന് പുറത്തു കൊടുക്കണമേ എന്ന് ദുആ ചെയ്യാം. അറബിയിൽ അറിയുന്നവരൊക്കെ മലയാളത്തിൽ ദുആ ചെയ്യാം. അതുപോലെ ഈ കാര്യങ്ങൾ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക ലഫ്ള് പഠിപ്പിച്ചു തന്നിട്ടില്ല, ഇന്ന ലഫ്ള് ഉപയോഗിക്കണം പഠിപ്പിച്ചു തന്നിട്ടില്ല. നമ്മൾ നാട്ടിൽ പറയുന്ന ദുആ നല്ല ദുആ തന്നെയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആഫി വഅഫു അൻഹു, അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബൈഹി, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ, എല്ലാം നല്ല ദുആ തന്നെയാണ്. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ വൽഹിമുൽ ജവാബ്, നല്ല ദുആ തന്നെയാണ്. പക്ഷേ ഇത് കൂട്ടമായി ദുആ ചെയ്യുക എന്നുള്ളത് അത് സുന്നത്തിനെതിരാണ്. പലപ്പോഴും തൗഹീദുള്ള ആളുകളിൽ തന്നെയും ഈ ഒരു തെറ്റ് കാണുന്നുണ്ട്. പല പണ്ഡിതന്മാരും ഇത് ബിദ്അത്ത് തന്നെയാണ് പറഞ്ഞത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ഒരിക്കലും അങ്ങനെ ഒരാൾ ചൊല്ലി കൂട്ടമായി ഇത് ചെയ്തിട്ടില്ല, കൂട്ടമായി ചെയ്തിട്ടില്ല. മറിച്ച് ഓരോരുത്തരും ചെയ്യുക വേണ്ടത്. ഓരോരുത്തരും സാധാരണ എങ്ങനെയാണ് നിസ്കാരത്തിന് ശേഷം നമ്മൾ സ്വന്തമായി നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, അതേപോലെ നമ്മൾ ദുആ ചെയ്താൽ മതി. അതല്ലാതെ കൂട്ടത്തോടെ ഒരാൾ ചൊല്ലിക്കൊടുത്ത് എല്ലാവരും ഏറ്റു ചൊല്ലുന്ന രീതി നമുക്ക് വേണ്ടതില്ല. അത് ഓരോരുത്തരും ദുആ പഠിച്ച് ദുആ ചെയ്യുക. ആ ലഫ്ള് ഒരാൾക്ക് അറിയില്ലെങ്കിൽ അയാൾ അറിയുന്ന പോലെ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, ഇത് രണ്ടും അറിയെങ്കിൽ ഇത് മാത്രം അയാൾ ചൊല്ലുക. മയ്യത്തിന് വേണ്ടിയിട്ടുള്ള ദുആ അവിടെ വർദ്ധിപ്പിക്കുക. അപ്പം അങ്ങനെ ചെയ്യുക എന്നുള്ളത് സഹോദരങ്ങളെ സുന്നത്തായ കാര്യമാണ്. ഇനി മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അവിടെ രണ്ട് സുന്നത്തുകൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒന്ന്, ഖിബിലക്ക് നേരെ തിരിഞ്ഞിട്ടാണ് ദുആ ചെയ്യേണ്ടത്. ഖിബിലക്ക് നേരെ തിരിയുക എന്നുള്ളതാണ്. കാരണം എല്ലാ ദുആയും ഖിബിലക്ക് നേരെ തിരിയുന്നത് മുസ്തഹബ്ബാണ്. രണ്ടാമത്തേത് അവിടെ കൈകൾ ഉയർത്താവുന്നതാണ്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, വയജൂസു റഫ്ഉൽ യദി ഫി ദുആഇ ലഹുമ, അവിടെ ദുആ ചെയ്യുന്ന സമയത്ത് കൈകൾ ഉയർത്തൽ എന്താണ്, ജായിസാണ്. അത് തെളിവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അങ്ങനെ ബഖീഉൽ അർഖദിൽ, അതായത് മദീനയിൽ നമ്മൾ കാണുന്ന ആളുകൾ ജന്നത്തുൽ ബഖീ എന്നൊക്കെ പിൽക്കാലത്ത് പറയുന്ന ബഖീഉൽ ഖർഖദ്, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോയി അവിടെ മറമാടിയിട്ടുള്ള സഹാബികൾക്ക് വേണ്ടി കൈകൾ ഉയർത്തി ദുആ ചെയ്തിട്ടുണ്ട്, അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാവുന്നതാണ്. ആ ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാവുന്നതാണ്. ഇത് സുന്നത്തായിട്ടുള്ള കാര്യമാണ് എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മറമാടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഈ രൂപത്തിൽ നമ്മൾ മറമാടി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ മയ്യത്തിനോടുള്ള മറമാടുന്നതുമായി ബന്ധപ്പെട്ട ഹക്കുകൾ നമ്മൾ പാലിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ മക്ബറയിലും മറ്റുമൊക്കെ ചില സുന്നത്തുകളൊക്കെ വേറെയുണ്ട്. അത് നമ്മൾ അല്ലാത്ത സമയത്തും ഒക്കെ നമ്മൾ പാലിക്കേണ്ടതായ ചില സുന്നത്തുകളാണ്. മക്ബറയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ പോലെയുള്ള ഖബർ സന്ദർശിക്കുന്ന സമയത്തുള്ള ദുആകൾ അത് നമുക്ക് ദുആ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ അത്തരം ഖബർസ്ഥാനിൽ പോയിട്ട് അവിടെ ദുആ ചെയ്യുന്നതോ അല്ലെങ്കിൽ
അവിടെ യാസീൻ ഓതുന്നതോ പോലെയുള്ള കാര്യങ്ങൾ, അത് കൂട്ടദുആ ചെയ്യാൻ വേണ്ടി ഉസ്താദിനെ കൊണ്ടുപോയി ദുആ ചെയ്യുക, അല്ലെങ്കിൽ അവിടെ പോയി യാസീൻ ഓതുക ആ മയ്യത്തിന് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ഇതൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. ഇനി അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ജുമാ കഴിഞ്ഞിട്ട് പ്രത്യേകമായി ഖബർ സിയാറത്ത് നടത്തുക, ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അല്ലെങ്കിൽ പെരുന്നാൾ ദിവസങ്ങളിൽ 2 പെരുന്നാൾ ദിവസങ്ങൾ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഖബർ സിയാറത്ത് നടത്തുക, യാതൊരു അടിസ്ഥാനവുമില്ല. അപ്പം അങ്ങനെ പ്രത്യേക സമയമോ പ്രത്യേക സന്ദർഭമോ ഒരാൾ ഹദീസിൽ പെടാത്ത രീതിയിൽ നിശ്ചയിച്ചിട്ടുണ്ട്, അത് പതിവാക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ബിദ്അത്ത് തന്നെയാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന കാര്യം എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക. ഇനി അതുപോലെ സഹോദരങ്ങൾ, അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മയ്യത്തിന് മരണപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് ചില ഹക്കുകൾ ചെയ്തു കൊടുക്കാനുണ്ട്. മയ്യത്തിന് മരണപ്പെട്ട് കഴിഞ്ഞാലും ചെയ്തു കൊടുക്കാനുണ്ട്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണ് എങ്കിൽ അവർക്ക് വേണ്ടി പ്രതിഫലം അവർക്ക് എത്തുന്നതിന് വേണ്ടി നമുക്ക് സ്വതക്കകൾ ചെയ്യാവുന്നതാണ്. അത് മയ്യത്തിന് എത്തുന്നതാണ്. ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സ്വതക്കകൾ ഒരുപാട് അനുവാദങ്ങളുണ്ട്. അപ്പോൾ അവരുടെ പേരിൽ മസ്ജിദിൽ വഖഫ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ പാവങ്ങൾ അവരുടെ പേരിൽ സഹായിക്കാം, യതീം മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, അങ്ങനെ എന്തെല്ലാം നന്മയുടെ സ്വതക്കകളുടെ ബാബുകളുണ്ടോ അതെല്ലാം നമ്മൾ ചെയ്യുകയും മയ്യത്തിന് കിട്ടണമെന്ന് നിയ്യത്ത് വെക്കുകയും ചെയ്താൽ മാത്രം മതി. ആ നിയ്യത്ത് നമ്മൾ മനസ്സിൽ കരുതിയിട്ട് ചെയ്താൽ മതി. ഇതെൻ്റെ ഉപ്പാക്ക് കിട്ടണം, ഇതെൻ്റെ ഉമ്മാക്ക് കിട്ടണം, ഇതിന്ന് സഹോദരന് കിട്ടണം എന്ന നിയ്യത്തിൽ അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, സ്വതക്കകളും മറ്റുമൊക്കെ ചെയ്യാം. അതുപോലെ മയ്യത്തിന് വേണ്ടിയിട്ട് ഉംറ ചെയ്യാം, മയ്യത്തിന് വേണ്ടിയിട്ട് ഹജ്ജ് ചെയ്യാം. ആഗ്രഹിച്ച ആളുകളാണ് പ്രത്യേകിച്ചും അവർക്ക് ഉംറ ഹജ്ജ് ചെയ്താൽ അത് സ്വീകരിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. അതുപോലെ മയ്യത്തിന് നോമ്പോ മറ്റോ ബാക്കിയുണ്ട് എങ്കിൽ അത് അതിൻ്റെ അഹ്ലുകാർക്ക്, അനന്തരം എടുക്കുന്ന ആളുകൾക്ക് ആ മയ്യത്തിൻ്റെ നോമ്പ് വീട്ടിൽ കൊടുക്കുകയാണെങ്കിൽ അത് എത്തുന്നതാണ്. അതിനെ അത് നെതിറായ നേർച്ച നോമ്പ് മാത്രമേ ഉള്ളൂ, ഫർള് നോമ്പുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായാലും എത്തും എന്നുള്ളത് അറിയപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ദുആ അതെപ്പോഴും ചെയ്യേണ്ട കാര്യം. അത് നമുക്കൊരു ചിലവുമില്ലാതെ എപ്പോഴും നമ്മൾ ചെയ്യണം. അതിൽ നമ്മൾ വരുത്തുകയാണെങ്കിൽ അത് വലിയ പിശുക്കാണ് വരുത്തുന്നത്. മരിച്ച ആൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ പിശുക്കാണ് അവരോട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതെപ്പോഴും ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മളെ വേണ്ടപ്പെട്ട ആൾ മരിച്ചാൽ പിന്നീട് നമ്മൾ മരിക്കുന്നത് വരെ അവരെ മറക്കാതിരിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിക്കുന്നത് വരെയും അവരുടെ പേര് ദുആ ചെയ്യണം. മുൻഗാമികളിൽ ചിലർ പേര് പറഞ്ഞിട്ടാണ് ദുആ ചെയ്തത്. ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരൊക്കെ ഉണ്ടാവും, പേര് അവർ എഴുതി വെക്കും ആർക്കൊക്കെയാണ് ദുആ ചെയ്യേണ്ടത്. കാരണം മനുഷ്യനാണ്, മറന്നു പോകും. അപ്പോൾ നമ്മൾ ഇന്ന ആളുകൾക്കൊക്കെ വേണ്ടി എഴുതി വെക്കും. എന്നിട്ട് അത് നോക്കിയിട്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയത്തൊക്കെ ദുആ ചെയ്യും. അല്ലാഹു ഇന്നാക്ക്, അല്ലാഹു ഇന്നാക്ക്, അല്ലാഹു ഇന്നാക്ക് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന മരിച്ചുപോയ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി എന്ത് ചെയ്യും, ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഇത്രയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇത് വളരെ മുഖ്തസറായ, വളരെ ഷോർട്ടായ രൂപം മാത്രമാണ് നിങ്ങൾ കേട്ടത്. എന്നാൽ പ്രധാനപ്പെട്ടത് ഒഴിവാക്കിയിട്ടില്ല. വിശദമായി പഠിക്കുമ്പോൾ ഓരോന്നിൻ്റെ കീഴിലും ഒരുപാട് മസലകൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായി ഉണ്ടാകും. അതൊക്കെ കൂടി ആകുമ്പോഴാണ് പലപ്പോഴും നിങ്ങളുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ബാങ്ക് കൊടുക്കുന്നവരെയുള്ള സമയം നമുക്ക് എന്തെങ്കിലും കുറഞ്ഞ സമയം, 5-6 മിനിറ്റ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അറിയുന്നതാണെങ്കിൽ മറുപടി നൽകാം. അല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.